എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ഈ രണ്ട് ഫീൽഡും പൊതുവെ കരുതി വരാറ് രണ്ട് ഡിഫറെൻറ്റ് ഫീൽഡ് എന്നാണ്. ശരിക്കും രണ്ട് ഡിഫറെൻറ്റ് ഫീൽഡ് ആണെങ്കിൽ പോലും അവ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആണ് ആൻഡ് ഇറ്റ്സ് വെരി ബേസിക് ഓൾസോ. അതായത് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഡിവൈസസ്, അവരുപയോഗിക്കുന്ന ടെക്നോളജി, അവരുപയോഗിക്കുന്ന ടെക്നിക്സിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ശരിക്കും കൈകാര്യം ചെയ്യുന്നത് എൻജിനീയറിംഗ് ആണ്. അപ്പോൾ ഏത് എൻജിനീയറിംഗ് ആണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് എഡ്യൂക്കേറ്റർ ഷോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ദിസ് ചാനൽ, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ് ഇറ്റ്. എഡ്യൂക്കേറ്റർ ഡെയിലി ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറ് ഇറ്റ്സ് അബൌട്ട് എഡ്യൂക്കേഷൻ, ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്, കരിയർ ഗൈഡൻസ്, കരിയർ എങ്ങനെ തരപ്പെടുത്തിയെടുക്കാം, ഏത് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്, ഈ രീതിയിലുള്ള ഡിസ്കഷനാണ് മെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ഈ രണ്ട് ഫീൽഡിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടുള്ളതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇതിനെ ബയോ എഞ്ചിനീയറിംഗ് എന്നുകൂടി പറയാറുണ്ട്. ഇതിൽ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ അപ്ലിക്കേഷനാണ്. ബയോളജിയിലും ഹെൽത്ത് കെയർ പർപ്പസിനും എഞ്ചിനീയറിങ്ങിൻ്റെ അപ്ലിക്കേഷനാണ് ശരിക്കും നമ്മൾ ബയോ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൽ കൂടി ചെയ്യുന്നു. എഞ്ചിനീയറിങ്ങും മെഡിസിനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അതും കൂടി കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ ഒഴിവാക്കി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ സ്കോപ്പ്. അവർ ശരിക്കും എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഒരു ക്ലിനിക്, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അല്ലേ, നൂറുകണക്കിന് ഇൻസ്ട്രുമെൻറ്റ്സ് കാണും, ഡിവൈസസ് കാണും, എക്യുപ്മെൻറ്റ്സ് കാണും. ഇതൊക്കെ എങ്ങനെയാണ് ഡോക്ടറിൻ്റെ കയ്യിലെത്തുന്നത്? ഡോക്ടേഴ്സിന് ശരിക്കും ആ രീതിയിലുള്ള ഉപകരണങ്ങൾ, ആ ടെക്നോളജിയൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് മെഡിക്കൽ ഫീൽഡ് ഇന്ന് കാണുന്ന ആ ഒരു ഔന്നത്യത്തിൽ, ഹൈറ്റിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആൾക്കാർ എങ്ങനെയാണ് എത്തിക്കുന്നത്? അത് എൻജിനീയേഴ്സിൻ്റെ ജോബാണ്. അപ്പോൾ ഈ രീതിയിലുള്ള എൻജിനീയറിംഗ് ജോബാണ് ശരിക്കും ബയോമെഡിക്കൽ എൻജിനീയേഴ്സ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബയോമെഡിക്കൽ എൻജിനീയേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, R&D ആണ്. ഇവരെന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്യുക? രോഗം അല്ലെങ്കിൽ അവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള ഡയഗ്നോസ്റ്റിക്, അതിനുള്ള ആ തെറാപ്പി, ഇതിനുപയോഗിക്കുന്ന കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതാണ് മെഡിക്കൽ എൻജിനീയറിൻ്റെ മിടുക്ക്. ഇനി ഏതൊരു എൻജിനീയറിംഗ് ഫീൽഡും, ഏതൊരു ഫീൽഡ് എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കോർ ഫീൽഡിൻ്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡ് അല്ലെങ്കിൽ സബ് ഫീൽഡ് കൂടി ഉണ്ടാകും അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. ആദ്യമായിട്ടുള്ളതാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയും. ഇതിൻ്റെ ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡ് എന്ന് പറയാൻ പറ്റുന്നത് ദേ ഡെവലപ്പ് മെത്തേഡ് ആൻഡ് സോഫ്റ്റ്വെയർ ടൂൾസ് ഫോർ ബയോളജിക്കൽ ഡാറ്റ. അവർ മെത്തേഡ്സും സോഫ്റ്റ്വെയർ ടൂൾസും ടെക്നിക്സുമാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഈ ടെക്നിക്സ് ഉപയോഗിക്കുന്നത്? ടു പ്രോസസ് ദ ബയോളജിക്കൽ ഡാറ്റ. അവർ കമ്പൈൻ ചെയ്യുന്ന സബ് ഫീൽഡാണ്. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ്, 2 സ്റ്റാറ്റിസ്റ്റിക്സ്, 3 മാത്തമാറ്റിക്സ് ആൻഡ് എൻജിനീയറിംഗ് ടു അനലൈസ് ബയോളജിക്കൽ ഡാറ്റ. ബയോളജിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഓർഗാനിസം, പ്രത്യേകം രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥ പിന്നിടുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഓർഗനെ കുറിച്ച് പഠിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ ലിവർ, അതിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക കണ്ടീഷൻ, പ്രത്യേക രോഗത്തിൽ എത്രയാണ് ഇതിൻ്റെ കൗണ്ട്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ കുറേ ഡാറ്റ ഒരു 1 hour 2 hour 1 day 2 day അല്ലെങ്കിൽ 1 month 2 month 3 year ഡൗൺ ടൈമിൽ നമുക്ക് കിട്ടുന്നത് വളരെ ആയിരക്കണക്കിന് കോടിക്കണക്കിനുള്ള ഇൻപുട്സാണ്. അപ്പോൾ ഈ ഡാറ്റയൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇത് ശരിക്കും സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് മനുഷ്യൻ മാനുവലായി ചെയ്യുന്നതിനേക്കാളും എത്രയോ ഉപകാരപ്രദവും എളുപ്പവും അല്ലെങ്കിൽ എഫിഷ്യൻറ്റുമാണ് ഇഫ് യു ആർ യൂസിങ് ദ സോഫ്റ്റ്വെയർ ടെക്നിക്സ് അല്ലേ. റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കൂടാതെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ജനറ്റിക്സ്, ജീൻസ്, DNA, നമ്മുടെ ശരീരത്തിലുള്ള എത്രയോ ആയിരക്കണക്കിന് DNA ഡീകോഡ് ചെയ്തതുപോലും ഇതുപോലുള്ള റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഒഴിവാക്കി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബയോ ഇൻഫോർമാറ്റിക്സിലാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫീൽഡാണ് ബയോമെക്കാനിക്സ്. ബയോമെക്കാനിക്സിന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായി അടുത്ത ബന്ധമുണ്ട്. വേണമെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ഇതിൻ്റെ കസിൻ എന്ന് കൂടി പറയാം. അപ്പോൾ എന്താണ് നമ്മൾ ബയോമെക്കാനിക്സിൽ ചെയ്യുന്നത്? ഏതൊരു ബയോളജിക്കൽ സിസ്റ്റത്തെയും നമുക്ക് അതിനെ കമ്പയറബിളായ
അതിനെ സാമ്യപ്പെടുത്തുന്ന താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്ക് മാറ്റിയെടുക്കാം അല്ലേ. ഒരു ഹ്യൂമൻ ബോഡി ആണെങ്കിലും നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഓടുകയാണെങ്കിലും അതുപോലുള്ള റോബോട്ട് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെ സിസ്റ്റമാണ് വേണ്ടത്, ഏതൊക്കെ മെക്കാനിക്കൽ കമ്പോണൻസ്, ഏത് രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് മെക്കാനിസംസ് ആണ് നൽകുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബയോമെക്കാനിക്സിൽ ചെയ്യുന്നത്. എൻ്റയർ ഓർഗാനിസം മുതൽ ഓർഗൻസ്, സെൽസിൻ്റെ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവയവങ്ങൾ യൂസിങ് മെത്തേഡ് ഓഫ് മെക്കാനിക്സ്. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെക്കാനിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്സ്. ഈ ഒരു കാര്യങ്ങൾ ഒരു ശരീരത്തെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തെ കംപ്ലീറ്റായി നമുക്കൊരു മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു പഠനമാണ് ശരിക്കും നമ്മൾ ബയോമെക്കാനിക്സിൽ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഫീൽഡാണ് ബയോമെറ്റീരിയൽ. ബയോമെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള മെറ്റീരിയലും ഒരു ലിവിങ് ഓർഗാനിസവുമായി ബന്ധപ്പെട്ട് അവ തമ്മിൽ ബന്ധപ്പെടാൻ ഇൻട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനെ നല്ല ഒരു എഫിഷ്യൻ്റായ രീതിയിൽ ഇൻട്രാക്റ്റ് ചെയ്യാം, അതൊരിക്കലും ഒരു സൈഡ് എഫക്റ്റ് കൊടുക്കാതെ, ഒരു പോയ്സണസ് എഫക്റ്റ് കൊടുക്കാതെ എങ്ങനെ ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയലാണ് ഈ രീതിയിൽ വാർത്തെടുക്കാൻ പറ്റുന്നത്. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഇംപ്ലാന്റ്സ്, അല്ലെങ്കിൽ ഒരു കാല് പൊളിഞ്ഞാൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഒരു ലിംബ് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏത് രീതിയിലുള്ള മെറ്റീരിയലായിരിക്കണം, ഏത് രീതിയിലുള്ള മെറ്റീരിയലാണ് ശരിക്കുള്ള സ്ട്രെങ്ത് കൊടുക്കുന്നത്, ആ രീതിയിലുള്ള പഠനമൊക്കെയാണ് ബയോമെറ്റീരിയൽസിൽ നടക്കുന്നത്. ഇതിനെ ബയോമെറ്റീരിയൽ സയൻസ് ഓർ ബയോമെറ്റീരിയൽ എഞ്ചിനീയറിംഗ് എന്നുകൂടി പറയാനുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ വരുമ്പം ശരിക്കും നമ്മൾ എടുക്കുന്ന ഇൻപുട്സ് മെഡിസിനിൽ നിന്നാണ്, ബയോളജിയിൽ നിന്നാണ്, കെമിസ്ട്രിയിൽ നിന്നാണ്, കൂടാതെ ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ നിന്നാണ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്നാണ്. അപ്പോൾ ഈ സബ് ഫീൽഡിൽ നിന്നൊക്കെയുള്ള ഇൻപുട്സ് എടുത്തിട്ടാണ് ബയോമെറ്റീരിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബയോമെറ്റീരിയൽ സയൻസ് എന്നുള്ള ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നാലാമതായി പറയാനുള്ള സബ് ഫീൽഡാണ് ബയോമെഡിക്കൽ ഒപ്റ്റിക്സ്. ശരിക്കും ബയോളജിക്കൽ ടിഷ്യൂവും ലൈറ്റും തമ്മിൽ എങ്ങനെയാണ് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് ആൻഡ് ഹൗ ദിസ് ക്യാൻ ബി, ഇതിനെ ഒരു സയൻസ് എന്ന ഫീൽഡിൽ ഒരു ഏത് രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റുന്നത്, അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ബയോമെഡിക്കൽ ഒപ്റ്റിക്സിൽ വരുന്നത്. അതായത് ഒപ്റ്റിക്സ് എന്നുള്ള കാര്യം വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് ലൈറ്റുമായി ഒരു ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ടുള്ള ബ്രാഞ്ചാണ് ടിഷ്യൂ എഞ്ചിനീയറിംഗ്. ടിഷ്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ഓർഗൻസ്, ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ആവശ്യമായ കാര്യങ്ങളൊക്കെയാണ് ടിഷ്യൂ എഞ്ചിനീയറിംഗ് നടക്കുന്നത്. അതായത് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൽസ്, കോശങ്ങൾ ചേർന്നിട്ടാണ് ടിഷ്യൂ അല്ലെങ്കിൽ കലയുണ്ടാകുന്നത്. അപ്പോൾ ആ കലകൾ ടിഷ്യൂകൾ എങ്ങനെ എഞ്ചിനീയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി സിക്സ്ത് ആയിട്ടുള്ള സബ് ഫീൽഡാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇതിനെ നമുക്ക് ജനറ്റിക് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ജനറ്റിക് മാനിപ്പുലേഷൻ എന്ന് കൂടി പറയാൻ പറ്റും. പല ഭക്ഷണ പദാർത്ഥങ്ങളിലും എസ്പെഷ്യലി ഇൻ US ആൻഡ് ഓസ്ട്രേലിയ, കാനഡ അതുപോലുള്ള ഹൈലി ഡെവലപ്ഡ് ഫസ്റ്റ് വേൾഡ് കൺട്രീസിലും ഫുഡ് പ്രൊഡക്ട്സിൽ GM എന്ന് എഴുതി കാണാറുണ്ട്. ഇതിൽ പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ്, അതിൻ്റെ ജീൻസ്, അതിൻ്റെ DNA ഒരു മാനുവലായി മനുഷ്യൻ്റെ ഇടപെടൽ മൂലം അവർക്ക് ബെനിഫിഷ്യലായി തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഡിസൈൻ ചേഞ്ചസ്, ആ ഡിസൈൻ ചേഞ്ച് വെച്ചിട്ട് ഉണ്ടാക്കി അതിൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പഠനം എങ്ങനെയാണ് ഒരു ഓർഗാനിസം, ഒരു ജീവജാലത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു എന്താ പറയുന്ന ഒരു സസ്യത്തിൻ്റെ അതിൻ്റെ ജനറ്റിക്കലായി ഒരു മോഡിഫൈ ചെയ്താൽ എങ്ങനെ നമുക്ക് അതിൻ്റെ കൂടുതൽ ന്യൂട്രിയൻസ്, വിറ്റാമിൻസ് അതുപോലെ അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാം എന്നുള്ള പഠനമാണ് ശരിക്കും ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നടക്കുന്നത്. ഇനി സെവൻത്താണ് ന്യൂറൽ എഞ്ചിനീയറിംഗ്. ന്യൂറൽ എഞ്ചിനീയറിങ്ങിനെ ന്യൂറോ എഞ്ചിനീയറിംഗ് എന്ന് കൂടി പറയാറുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് ടെക്നിക്സ് എന്തിനാണെന്ന് വെച്ചാൽ അറിയാം, ബ്ലഡ് സർക്കുലേഷൻ പോലെ തന്നെ ശരീരത്തിൽ ആകമാനം കറങ്ങി നടക്കുന്ന ഒരു കാര്യമാണ് സിഗ്നൽസ് അല്ല. സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കാലിലൊരു ചെറിയൊരു ബെൻഡ് കൊടുക്കണമെങ്കിൽ ആ ഒരു കൺട്രോൾ എങ്ങനെയാണ് ആ ബെൻഡ് എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, ദിസ് ഈസ് ത്രൂ ദ സിഗ്നൽ. അപ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു മിനി വോൾട്ട്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് കൊടുക്കുന്നത് ശരിക്കും നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ആ സിഗ്നൽസ് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പാസിങ്, ഈ സിഗ്നൽസൊക്കെ വരുന്നത് ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ എഫക്റ്റ്, ഒരു കാല് പൊളിഞ്ഞാൽ ഒരു പുതിയൊരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം വെച്ചാൽ ആ കൺട്രോളിങ് എങ്ങനെ നടക്കും, അതിലുള്ള ആ സിഗ്നൽ പ്രോസസ്സിങ്ങും ഒക്കെ പാസിങ്ങും ഒക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ന്യൂറൽ എഞ്ചിനീയറിങ്ങിൽ വരുന്നത്. എയ്ത്ത് സബ് ഫീൽഡാണ് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്.
ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയതുപോലെ അതിന് ഫാർമ ഫീൽഡുമായി ബന്ധമുണ്ട്. ഇതൊരു ഇൻ്റർഡിസിപ്ലിനറി സയൻസാണ്. ഇതിൽ ഉൾപ്പെടുന്ന എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് എഞ്ചിനീയറിംഗ്, ഡ്രഗ് ഡെലിവറി ആൻഡ് ടാർഗറ്റിംഗ്, ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഈ സബ് ഫീൽഡൊക്കെയാണ് ഉള്ളത്. ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മെഡിസിനാണ്. ശരിക്കും ഒരു പർട്ടിക്കുലർ സെല്ലിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻറ്റ് വർക്കിംഗ് നടക്കുകയാണെങ്കിൽ യു ഹാവ് ടു മേക്ക് അല്ലേ, നിങ്ങളുടെ ആ ഒരു മെഡിസിൻ, ആ ഒരു ഡ്രഗ് ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് എത്തിച്ചേരണം. അപ്പോൾ എത്തിച്ചേരണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡെലിവറി നടക്കേണ്ടത്, എങ്ങനെയാണ് നമുക്കത് ടാർഗറ്റ് ചെയ്ത് ആ ഏത് പ്രശ്നമാണോ അവിടെ ബാധിച്ചിട്ടുള്ളത് ആ ബാധിച്ച പ്രശ്നത്തെ ഒഴിവാക്കി മാറ്റിയെടുക്കാൻ, ക്യൂർ ചെയ്ത് ഡിസിൻഫെക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പർട്ടിക്കുലർ സൊഫിസ്റ്റിക്കേറ്റഡ് പ്രൊഫഷണൽ ടെക്നോളജി വേ ആണ് ശരിക്കും ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ നടക്കുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പർട്ടിക്കുലർ റൂമിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫയറോ മറ്റോ നടന്നാൽ നമ്മൾ എങ്ങനെയാണ് ആ വാട്ടറും നമ്മുടെ ഫയർ ഫോഴ്സ് എങ്ങനെയാണ് അവരുടെ ആ കാര്യക്ഷമമായ വർക്കിംഗ് മെത്തേഡ്സും അവരുടെ ടെക്നോളജീസും ടെക്നിക്സൊക്കെ അവിടെ എത്തിച്ച് ആ തീയെ ഇല്ലാതാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പർട്ടിക്കുലർ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ക്യാൻസർ, ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിലെ ക്യാൻസർ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ഡ്രഗ് അവിടെ എത്തിച്ച്, നമ്മുടെ മെഡിസിൻ അവിടെ എത്തിച്ച് അതിൻ്റെ ഇൻഫെക്ഷൻ ഒഴിവാക്കാം, കുറക്കാം എന്നുള്ളതൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. ഇനി 9th ഫീൽഡാണ് മെഡിക്കൽ ഡിവൈസസ്. മെഡിക്കൽ ഡിവൈസിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മെഡിക്കൽ ഇമേജിങ് അല്ലെ, എക്സ്റേ ആയാലും ലേസർ ആയാലും MRI ആണെങ്കിലും നമ്മൾ ഏതൊരു ഫീൽഡ്, ഏതൊരു ബോൺ സിസ്റ്റം, ഏതെങ്കിലും ഓർഗൻ എങ്ങനെയാണ് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇമേജ് എടുത്തതിന് ശേഷമാണ്. അപ്പോൾ ഈ ഇമേജിങ് എടുക്കാൻ ആവശ്യമായ ഡിവൈസസ്, കൂടാതെ ഏതെങ്കിലും പർട്ടിക്കുലർ ശരീരഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പയർ ചെയ്ത് അതിന് പുതിയൊരു ഇംപ്ലാന്റ് വെക്കുന്നെങ്കിൽ ഒക്കെ നമുക്ക് ശരിക്കും മെഡിക്കൽ ഡിവൈസസിൻ്റെ ആവശ്യം വരാറുണ്ട്. കൂടാതെ ബയോമിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു ബയോളജിക്കൽ സിസ്റ്റമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ഒരു വിരൽ അല്ലെങ്കിൽ ഒരു കൈ അല്ലെങ്കിൽ ഒരു കാല്, ഇതൊക്കെ നമുക്ക് ജന്മന നമ്മുടെ ബൈ ബർത്ത് വി ആർ ഗെറ്റിംഗ് ദിസ്, ജന്മം കൊണ്ട് തന്നെ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം കാരണം ഇതിനെന്തെങ്കിലും തകരാറ് പറ്റിയാൽ ഇതിന് ഒരു റീപ്ലേസ് ചെയ്ത് അതുപോലെയുള്ള ഒരു മെക്കാനിക്കൽ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ മെക്കാനിക്കൽ മെക്കാനിസം അവിടെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ബയോമിക്സിൽ നടക്കുന്നത്. അപ്പോൾ ശരിക്കും മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബയോമിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് നടക്കുന്നത്. ഇനി 10th സബ് ഫീൽഡ് അല്ലെങ്കിൽ ഇൻ്റർഡിസിപ്ലിനറിയാണ് ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ്. ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്ലിനിക് എഞ്ചിനീയറിംഗ്. ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോവുകയാണെങ്കിലും നമ്മുടെ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തെയാണ് ക്ലിനിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ സെറ്റിങ്സിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടക്കുകയാണ് ഒരു മെഡിക്കൽ എക്വിപ്മെൻറ്റ് ഡിവൈസസിന്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓവർലുക്ക് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ അവർ ചെയ്യുന്നത് ട്രെയിനിങ്ങും സൂപ്പർവിഷനുമാണ്. ബയോമെഡിക്കൽ എക്വിപ്മെൻറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടാവും. ഇവരാണ് ശരിക്കും ഒരു ഡിവൈസസിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിയാലും അതിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങും സൂപ്പർവിഷനും ഒക്കെയാണ് ശരിക്കും ക്ലിനിക്കൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. 11th സബ് ഫീൽഡാണ് റീഹാബിലിറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും. എഞ്ചിനീയറിംഗ് സയൻസിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇവർ ചെയ്യുന്നത്. എന്തിനാണ് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ചെയ്യുന്നത്? ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ, അവർക്ക് അവരുടെ ആ ഡിസബിലിറ്റിയെ കവച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സിസ്റ്റംസ്, മെക്കാനിക്കൽ വേർഷൻസ് അവർക്ക് നൽകി കൊടുത്ത്. ഇപ്പോൾ നടക്കാൻ പറ്റാത്ത സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് അറിയാം. ഒരു ലെജൻഡറി ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനോ നടക്കാനോ കൈ അനക്കാനോ പോലും പറ്റാതെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് 20, 30, 40 വർഷത്തിൽ അദ്ദേഹം നേടിയെടുത്ത ഫിസിക്സിന് നേടിക്കൊടുത്ത ആ അച്ചീവ്മെൻറ്റ് അദ്ദേഹം ഉപയോഗിച്ച മെക്കാനിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെ മികവാണ്. അപ്പോൾ അതൊരു റീഹാബിലിറ്റേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഡിസബിലിറ്റിയെ ഒക്കെ കവച്ച് വെക്കാൻ ഏതൊക്കെ രീതിയിലുള്ള സിസ്റ്റമാണ് അദ്ദേഹത്തിന് വേണ്ടത്, ഇത് മനസ്സിലാക്കി അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്ത് കൊടുക്കുന്നതാണ് ശരിക്കും റീഹാബിലിറ്റേഷൻ എഞ്ചിനീയറിംഗ് ചെയ്തത്. 12th ഫീൽഡാണ് ബയോമെഡിസിൻ. ഇതിനെ മെഡിക്കൽ ബയോളജി എന്ന് കൂടി പറയും.
ഇത് മെഡിക്കൽ സയൻസിൻ്റെ ഒരു സബ് ഫീൽഡാണ്. ക്ലിനിക്കൽ പ്രാക്ടീസിന് ആവശ്യമായ കാര്യങ്ങൾ ബയോളജിക്കലും ഫിസിയോളജിക്കൽ പ്രിൻസിപ്പിൾസും നൽകി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് കുറച്ച് കുറവാണ്. കൂടാതെ കാർഡിയോ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്താണ് ഒരു ബോഡിയിൽ ചെയ്യുന്നത്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം എങ്ങനെയാണ് അവർ നൽകുന്നത് ബൈ ദ പാസിങ് ന്യൂട്രിയൻസ്, ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ നൽകിയിട്ടാണ്. ഈ ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ എങ്ങനെയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത് ബൈ ദ ഫ്ലോ ഓഫ് ബ്ലഡ് അല്ലേ. അപ്പോൾ ആ ബ്ലഡിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഹാർട്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ ഒരു ഫിസിക്സ് വെച്ചിട്ട്, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും അതിൻ്റെ ഫോഴ്സ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് അല്ലേ, അതിൻ്റെ എഫക്ട്സ്, അതിൻ്റെ മൊമെൻറ്റം, ഈ രീതിയിലുള്ള പ്യുവർ ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ് വെച്ചിട്ട് ഒരു എക്സിസ്റ്റിംഗ് ബയോളജിക്കൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് കാർഡിയോ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ. ഇനി 14th സബ് ഫീൽഡാണ് കമ്പ്യൂട്ടേഷണൽ അനാട്ടമി എന്ന് പറയും. അനാട്ടമി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതൊരു ജീവജാലം, ഏതൊരു ആനിമൽ, ഏതൊരു സസ്യത്തിൻ്റെയും അകത്തുള്ള പാർട്ടിലുള്ള കാര്യങ്ങളാണ് അനാട്ടമി. അപ്പോൾ ഈ അനാട്ടമിക്ക് ആവശ്യമായ അനാട്ടമിയിലുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് വെച്ച്, പ്യുവർ എൻജിനീയറിംഗ് ആണ് വെച്ചിട്ട് എങ്ങനെ കാര്യക്ഷമമായി പഠിച്ചെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഎഫിഷ്യൻസി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കമ്പ്യൂട്ടേഷണൽ അനാട്ടമിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡ് ഓഫ് ബയോളജി ഫോക്കസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ, ഡാറ്റ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഫോർ മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ഓഫ് ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ്. ആദ്യം നമ്മൾ പഠിച്ച് അതിനെ മോഡൽ ചെയ്യും, പിന്നെ അതിൻ്റെ ഒരു സിമുലേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ആർട്ടിഫിഷ്യലായി റണ്ണ് ചെയ്ത് കൂടി കൊടുക്കും എന്നുള്ളതാണ്. ഇൻക്ലൂഡ്സ് ബേസിക്സ് ഇൻ അനാട്ടമി. ഇതിൽ ഉപയോഗിക്കുന്ന ബേസിക് ഫീൽഡാണ് ഒന്ന് അനാട്ടമിയാണ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ്, പ്യുവർ മാത്തമാറ്റിക്സ് ആണ്, മെഷീൻ ലേണിംഗ് ഉണ്ട്. കൂടാതെ കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ്, ബയോളജിക്കൽ ഇമേജിംഗ്, ന്യൂറോ സയൻസ്, ഫിസിക്സ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ജിയോമെട്രിക് മെക്കാനിക്സ്. അപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ 95% ഫീൽഡും സബ് ഫീൽഡും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ അനാട്ടമി എന്ന ഫീൽഡ് ഉണ്ടാക്കിയെടുക്കിയിരിക്കുന്നത്. ഇതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫീൽഡാണ്, പല ആൾക്കാരും കേട്ടിട്ടില്ലാത്ത ഒരു ഫീൽഡാണ്. വേണമെങ്കിൽ വി ക്യാൻ ഡു അനദർ വീഡിയോ ഓൺ വാട്ട് ഈസ് കമ്പ്യൂട്ടേഷണൽ അനാട്ടമിയും അതുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകളും നമുക്ക് വേണമെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കായി എടുക്കാം. 15th സബ് ഫീൽഡാണ് മെഡിക്കൽ ഫിസിക്സ്, ബയോമെഡിക്കൽ ഫിസിക്സ്, മെഡിക്കൽ ബയോഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ് ഇൻ മെഡിസിൻ എന്ന് കൂടി ഇതിനെ പറയാറുണ്ട്. ഇവിടെ ചെയ്യുന്നത് മെഡിസിനും ഹെൽത്ത് കെയറിനും ആവശ്യമായ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഫീൽഡിനെ ഫിസിക്സും അതിൻ്റെ കൺസെപ്റ്റ്സും തിയറീസും മെത്തേഡ്സും ഉപയോഗിച്ച് നമ്മൾ പഠിച്ചെടുക്കുന്നു, കൂടാതെ മോഡൽ ചെയ്തെടുക്കുന്നു, കൂടാതെ സിമുലേഷൻ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ഫിസിക്സിൽ ചെയ്യുന്നത്. ഇനി അവസാനത്തെ സബ് ഫീൽഡാണ് ഫിസിയോം എന്ന് പറയും. ഇവിടെ ചെയ്യുന്നത് ഒരു ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഡൈനാമിക്കാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറ്റ് ഈസ് ഇൻ മോഷൻ ആൻഡ് ഫോഴ്സസ് ആർ ഓൾവേസ് ദെയർ. എപ്പോഴും അകത്ത് ഒരു രീതിയിലുള്ള ഫോഴ്സും അതിലുള്ള മോഷൻസും നടക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഓർഗാനിസത്തെ പഠിച്ചെടുക്കാൻ ആവശ്യമായ ഈ ഡാറ്റാസ് ഉപയോഗിച്ച് എങ്ങനെ മോഡൽ ചെയ്തെടുക്കാം, എങ്ങനെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെയാണ് ഫിസിയോം എന്നുള്ള സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന സബ് ഫീൽഡാണ് ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, DNA, RNA ആ രീതിയിലുള്ള ക്രോമസോംസ് ഒക്കെയുള്ള ആ സബ് ഫീൽഡ്സ് ഉണ്ട്. പ്രോട്ടിയോം, അതായത് ഈ രീതിയിലുള്ള എല്ലാ ജനറ്റിക് മെറ്റീരിയൽസും ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പ്രോട്ടീൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രോട്ടിയോം എന്നുള്ള പഠനം, പ്രോട്ടിയോമിക്സ് എന്നാണ് ഈ സബ് ഫീൽഡിനെ പറയാറ്. കൂടാതെ മോർഫോം, പർട്ടിക്കുലർ സ്പീഷീസിൻ്റെ എല്ലാ മോർഫോളജിക്കൽ ഫീച്ചേഴ്സും പഠിച്ച് മാപ്പും ക്ലാസിഫൈ ചെയ്തെടുക്കുന്ന ഒരു ഫീൽഡാണ് മോർഫോം. അപ്പോൾ ഈ 3 ജനോം, പ്രോട്ടിയോം, മോർഫോം എന്നുള്ള മെയിൻ ഫീൽഡ് വെച്ചിട്ടാണ് ഫിസിയോം എന്നുള്ള സബ് ഫീൽഡ്, ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ദീസ് ആർ ദ മെയിൻ സബ് ഡിസിപ്ലിനറി ഫീൽഡ് ഓഫ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബയോ എഞ്ചിനീയറിംഗ് BME എന്നുള്ള ഫീൽഡ്. അപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഈ 16 സബ് ഫീൽഡ്, ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡാണ് ശരിക്കും ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു സബ് ഫീൽഡാണ് ബയോടെക്നോളജി.
എന്താണ് ബയോടെക്നോളജിയും ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ കാണുന്ന കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും മെക്കാനിസംസും മനസ്സിലാക്കി അതിൻ്റെ മോഡലിങ്ങും സ്ട്രക്ചറിങ്ങും സിമുലേഷൻ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ബയോടെക്നോളജിയിൽ ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസത്തെ നമ്മുടെ ഒരു പ്രത്യേക ആപ്ലിക്കേഷന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് ഡെവലപ്പ്, മോഡിഫൈ, ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജി സയൻസ് ഫീൽഡാണ് ബയോടെക്നോളജി. ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊസീജിയേഴ്സ്, പ്രോസസ്സും എന്തിനൊക്കെയാണ്, അതായത് ടു മോഡിഫൈ അല്ലെങ്കിൽ റീഡിസൈൻ ലിവിങ് നമ്മുടെ ആവശ്യം, നമ്മുടെ പർപ്പസിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ എന്ന രീതിയിൽ ടൈലർ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ബയോടെക്നോളജി. ഇനി എന്തൊക്കെയാണ് ബയോടെക്നോളജിയുടെ സബ് ഫീൽഡ്സ്, ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഇൻ്റർഡിസിപ്ലിനറി എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആദ്യത്തേതാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ബയോളജിക്കൽ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ കാണുന്ന രീതിയാണ് ശരിക്കും ബയോ ഇൻഫോർമാറ്റിക്സ്. നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ബ്ലൂ ബയോടെക്നോളജി, മറൈൻ ആൻഡ് അക്വാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ മറൈൻ, അക്വാറ്റിക്, വാട്ടർ ലൈഫുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ആ സബ് ഫീൽഡാണ് ബ്ലൂ ബയോടെക്നോളജി. ഇനി ഗ്രീൻ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഗ്രീൻ, പച്ച. എന്താണ് പച്ച ശരിക്കും ചെയ്യുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ദ അഗ്രികൾച്ചർ. അപ്പോൾ അഗ്രികൾച്ചർ പർപ്പസിന് ആവശ്യമായ കാര്യങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഡിസൈൻ ചെയ്തെടുക്കാം, ടൈലർ ചെയ്തെടുക്കാം എന്നൊക്കെയാണ് ബയോടെക്നോളജിയിൽ പഠിക്കുന്നത്. അതിനെ ഗ്രീൻ ബയോടെക്നോളജി എന്ന് പറയും. നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് റെഡ് ബയോടെക്നോളജി. റെഡ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പർപ്പസ് പ്രോസസ്സിന് ആവശ്യമായ കാര്യങ്ങൾ ബയോടെക്നോളജി വഴി ചെയ്യുന്നതിന് റെഡ് ബയോടെക്നോളജി എന്ന് പറയും. ഇനിയുള്ളതാണ് വൈറ്റ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് ആവശ്യമായ കാര്യങ്ങൾ ത്രൂ ബയോടെക്നോളജി നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ വൈറ്റ് ബയോടെക്നോളജി എന്ന് പറയും. ഇതിന് ഏറ്റവും ഉത്തമമായൊരു ഉദാഹരണം ഒരു പെട്രോളിയം ഈയിടെ നടന്ന ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ ഒരു വലിയൊരു ഓഷ്യനിൽ സ്പില്ല് ചെയ്തു. അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ എണ്ണപ്പാട കാരണം പല ജീവജാലങ്ങളും, ആ വെള്ളത്തിലുള്ള ജീവജാലങ്ങളും ചത്തൊടുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പം ആ രീതിയിലുള്ള പൊല്യൂഷനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു എൻസൈംസിനെയോ കാറ്റലിസ്റ്റിനെയോ ഡെവലപ്പ് ചെയ്തെടുക്കാം ഈ പൊല്യൂഷനെ കുറയ്ക്കാൻ. അപ്പോൾ ഈ രീതിയിലുള്ള എൻസൈംസിനെയും കാറ്റലിസ്റ്റിനെയും ഒക്കെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും വൈറ്റ് ബയോടെക്നോളജിയിൽ നടക്കുന്നത്. ബയോ എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ് ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡ് കൂടിയുണ്ട്. ഇവിടെ നടക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും എക്കണോമിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെ ഒരു ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ മൂലം നേടിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ബയോ എക്കണോമിക്സിൽ നടക്കുന്നത്. സോ ഫ്രണ്ട്സ്, ദീസ് ആർ ദ മെയിൻ stuffs, main topics which we should consider while understanding about biotechnology and biomedical engineering. Okay, so ഈ ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ഈ രണ്ട് ഫീൽഡും കേൾക്കുമ്പോൾ വളരെ റീസെൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് മുമ്പേ നടന്നിരുന്നു. വേറൊരു പ്രത്യേകത, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ, ഈ ഫീൽഡിൽ എഡ്യൂക്കേഷൻ നേടിയെടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ദേ ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഗോ ഫോർ റിസർച്ച് കൈൻഡ് ഓഫ് ജോബ്. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പോലെ ഒരു സിവിൽ എഞ്ചിനീയറോ മെക്കാനിക്കൽ എഞ്ചിനീയറോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ എസ്റ്റാബ്ലിഷ്ഡ് ആയ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്ന രീതിയിലുള്ള അവിടെ ഇരുന്ന് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഉള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ ബയോമെഡിക്കൽ അല്ലെങ്കിൽ ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നടക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് യുവർ ബാച്ചിലേഴ്സ്, BSc അല്ലെങ്കിൽ BTech വേണം. അതിനുശേഷം മാസ്റ്റേഴ്സ് MSc MTech വേണം. ആൻഡ് യു ഷുഡ് ഹാവ് എ PhD, ഡോക്ടറേറ്റ് കൂടി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ലോങ് ടേം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ഐഡിയൽ ഓപ്ഷൻ. കൂടാതെ വേറൊരു കോമൺ ക്വസ്റ്റ്യനാണ് വെദർ ഐ ഷുഡ് ഗോ ഫോർ BSc ബയോടെക്നോളജി ഓർ BTech ബയോടെക്നോളജി. ഇവ തമ്മിലുള്ള വ്യത്യാസം, BScയും BTechും തമ്മിലുള്ള വ്യത്യാസമാണ്. BSc എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്, BTech എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആണ്, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത്. സയൻസ് ആകുമ്പോൾ അത് പ്യുവർ തിയറി ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും BTechനാണ് BScയെക്കാളും കൂടുതൽ വെയിറ്റേജ്. കൂടാതെ ബയോടെക്നോളജി ബൈ BTech ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് വഴിയും എഞ്ചിനീയറിംഗ് എന്ന രീതിയിൽ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും. കൂടാതെ MTech ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ PhD കൂടി ചെയ്യാമെന്നുള്ളതാണ്.
BSc ചെയ്ത ആൾക്കാർക്ക് MTech എടുക്കാൻ പറ്റില്ല. വളരെ ലിമിറ്റഡാണ് ഓപ്ഷൻ. ഔട്ട്സൈഡ് ഇന്ത്യ മാത്രമേ നിങ്ങൾക്ക് MS ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ ആൻ ഓപ്ഷൻ BSc MTech അല്പം ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് യു ഷുഡ് കൺസിഡർ BTech ആസ് യുവർ പ്രൈമറി ഓപ്ഷൻ. ബയോടെക്നോളജി ഫീൽഡായി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബയോടെക്നോളജി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ +2 +1 +2 ഹയർ സെക്കൻഡറിയിൽ ബയോളജി സയൻസ് എടുക്കാൻ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. So friends, this is about biomedical engineering, biotechnology. Thank you for watching. Have a great day.